നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ജൂലൈ 21 തീയതി ഒരു ഗുരുപൂർണിമ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ ബൃഹത്തായ ഒരു പരിപാടിക്ക് പാലക്കാട് താലൂക്ക് NSS യൂണിയൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1001 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജ്ഞാനപ്പാൻ ആലാപനം. 1001 കുട്ടികളെയാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഈ ആലാപനം അല്ലെങ്കിൽ ഈ പരിപാടിക്ക് മുതിർന്നവർ കൂടി പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ കൂടി അത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. നമ്മൾ എടത്തറ NSS കരയോഗത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഇത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അംഗങ്ങളുടെ ആഗ്രഹപ്രകാരവും വളരെ ആവേശോജ്വലമായ പ്രതികരണമാണ് കരയോഗങ്ങളെന്ന് ഉള്ളതുകൊണ്ടും ഒരു വിപുലമായ രീതിയിലുള്ള അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരിപാടി അല്ലെങ്കിൽ ആ പ്രോഗ്രാം, ആ ഗുരുപൂർണിമ ദിനാചരണം പാലക്കാട് റോബിൻസൺ റോഡിലുള്ള സൂര്യരശ്മി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജൂലൈ 21 തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും 4 മണി മുതൽ ഗുരുപൂർണിമ ദിന സമ്മേളനം നടക്കുകയും അതിനുശേഷം ജ്ഞാനപ്പാൻ ആലാപനം നടത്തുവാനുമാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദരണീയനായ കരയോഗൻ രജിസ്ട്രാർ ശ്രീ VV ശശീന്ദ്രൻ നായർ അവர்கள் ഈ ഗുരുപൂർണിമ ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം നടത്തും. കൂടാതെ ഗുരുപൂർണിമ ദിനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകയായ ശ്രുതി ശ്യാം നടത്തുന്നൊരു പ്രഭാഷണവും ഈ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുപൂർണിമ ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 1.5 മാസക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പാലക്കാട് താലൂക്കിലെ 91 കരയോഗങ്ങളിലും കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് ജ്ഞാനപ്പാൻ ആലാപനത്തിൻ്റെ റിഹേഴ്സൽ നടത്തുകയുണ്ടായി. അപ്പോൾ വളരെ ആവേശത്തോടു കൂടിയുള്ള ആ ഒരു പ്രതികരണമാണ് ഈ പരിപാടിക്ക് കരയോഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഗുരുപൂർണിമ ദിനം അല്ലെങ്കിൽ ഗുരുപൂർണിമ ദിനം ആചരിക്കുന്ന ഈ സന്ദർഭം 2 പ്രത്യേക സവിശേഷതകളുള്ള സന്ദർഭമാണ്. നമുക്കറിയാം, ഗുരുപൂർണിമയെക്കുറിച്ച് നമുക്കറിയാം, ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ് ഗുരുപൂർണിമ ദിനം. വേദങ്ങളും മഹാഭാരതവും ഭഗവത്ഗീതയും അടങ്ങുന്ന ബൃഹത്തായ അറിവിൻ്റെ ഒരു നിധികൾ ഈ ലോകത്തിന് സമ്മാനിച്ച വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായിട്ടാണ് ആഷാഢ മാസത്തിലെ പൗർണമി ദിവസം ആചരിക്കുന്നത്. മാത്രമല്ല, ഉത്തരായണം നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ നടക്കുന്ന ആ ഉത്തരായണ കാലം കഴിഞ്ഞ് ദേവന്മാരുടെ രാത്രി എന്ന് പറയുന്ന ദക്ഷിണായന കാലത്തേക്ക് മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം. ഗുരുപൂർണിമയുടെ അന്നാണ് ഭാരതത്തിൻ്റെ ഋഷിപരമ്പരമാർ അവരുടെ സ്വാധ്യായം, വേദാധ്യായനം, അവരുടെ അറിവ് ശേഖരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നൊരു സന്ദർഭം ഗുരുപൂർണിമ കഴിഞ്ഞ ആ ദക്ഷിണായന കാലമാണ്. അങ്ങനെയുള്ള മഹത്തായ ഒരു ദിവസമാണ് പാലക്കാട് താലൂക്ക് യൂണിയൻ ഗുരുപൂർണിമ ദിനം ആചരിക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, കർക്കിടക മാസം തുറന്നു. പഞ്ഞമാസം എന്നൊക്കെ പഴയ കാലത്ത് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ആധ്യാത്മികമായ ഒരു നിറവിൻ്റെ മാസമായി കർക്കിടക മാസം മാറുകയാണ്. ഉത്തമപുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ രാമമന്ത്രങ്ങളാൽ മുഖരിതമായ കർക്കിടക മാസത്തിലാണ് ഗുരുപൂർണിമ ദിനം എന്നുള്ളതും കൂടി ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ആ വളരെ മഹത്തായ ആ ദിവസമാണ് പാലക്കാട് താലൂക്ക് NSS യൂണിയൻ ജ്ഞാനപ്പാൻ ആലാപനവുമായി മുന്നോട്ട് പോകുന്നത്. നാമജപം കൊണ്ട് മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കുമെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും ആ നാമജപവുമായി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന ജ്ഞാനപ്പാൻ ആലാപനമായി ഒരു യജ്ഞമായിട്ടാണ് പാലക്കാട് താലൂക്ക് യൂണിയൻ ഈ പ്രവർത്തനത്തെ കാണുന്നത്. അങ്ങനെ ഒരു യജ്ഞമായി മാറിക്കൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഈ വളരെയധികം പുരോഗതി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന ഒരു യജ്ഞത്തിലേക്കാണ് ഗുരുപൂർണിമ ദിനത്തിൽ അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി നാം മുന്നോട്ട് പോകുന്നത്. പാലക്കാട് താലൂക്ക് യൂണിയനെ സംബന്ധിച്ച് നമുക്കറിയാം, സമുദായാചാര്യൻ മന്നത്താചാര്യൻ്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് പാലക്കാട് താലൂക്ക് NSS യൂണിയൻ ഒരു ദേവാലയ സങ്കല്പത്തിലേക്ക് എത്തുകയുണ്ടായി. താലൂക്ക് യൂണിയൻ്റെ സംഘടനാ ശക്തി വിളിച്ചോതുന്ന ഒരു നായർ മഹാസമ്മേളനം പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. ആധ്യാത്മികമായ ഒരു അവബോധം കൊണ്ടുവന്നുകൊണ്ട്
നാമമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു യജ്ഞ സംവിധാനത്തിലൂടെ കൊണ്ടുവന്ന് ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന ഒരു യജ്ഞമായി ഈ ഗുരുപൂർണിമ ദിനത്തെ പാലക്കാട് താലൂക്ക് യൂണിയൻ മാറ്റുകയാണ്. അങ്ങനെ ദേവാലയ സങ്കല്പമായ താലൂക്ക് യൂണിയൻ ഓഫീസ്, സംഘടനാ ശക്തി കൊണ്ട് സുദൃഢമായ താലൂക്ക് നായർ മഹാസമ്മേളനം, നാമമന്ത്രങ്ങളാൽ മുഖരിതമായി ഈ ഒരു യജ്ഞത്തിലൂടെ ഈ സമൂഹത്തിലേക്ക് ഐശ്വര്യം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ 3 ഘട്ടങ്ങൾ പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. 4ാമതായി ഇതിനുശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് താലൂക്ക് യൂണിയൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഓരോ കരയോഗങ്ങളും ഇവിടുത്തെ ഓരോ നായർ സർവീസ് സൊസൈറ്റി സ്നേഹിക്കുന്നവരുടെയും പിന്തുണ വളരെ വലുതാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം നമുക്കറിയാം. യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്താചാര്യൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ, ഇന്ന് ഞാൻ നായർക്ക് വേണ്ടി പ്രവർത്തിക്കും, നാളെ ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും, പിന്നെ ഞാൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കും. നായർ സമുദായത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കാൻ നായർ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുവരുവാൻ, ഹൈന്ദവർക്കെതിരെ വരുന്ന ആ വിഷയങ്ങളെ ശക്തമായി നേരിട്ടുകൊണ്ട് മന്നത്ത് പത്മനാഭൻ ഈ നാടിനെ നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്വതന്ത്ര തിരുവിതാംകൂറിലെ CP രാമസ്വാമിയുടെ തീരുമാനത്തിനെതിരെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമൊക്കെ ഈ രാഷ്ട്രത്തിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ താൻ പറഞ്ഞ വാക്കുകൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് തൻ്റെ ജീവിതം കടന്നുപോയ ഒരു മഹാപുരുഷനാണ്, ഒരു അവതാര പുരുഷനാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റി മന്നത്താചാര്യൻ്റെ ആദർശങ്ങൾ മുഴുവനായി പാലിച്ചുകൊണ്ട് സാമൂഹ്യനീതിക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ആദരണീയനായ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ സാർ അവർകൾ, അദ്ദേഹത്തിൻ്റെയൊക്കെ പൂർണ്ണമായ അനുഗ്രഹത്തോടു കൂടിയാണ് പാലക്കാട് താലൂക്ക് NSS യൂണിയൻ ഇത്തരത്തിലുള്ള ബൃഹത്തരങ്ങളായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ ഗുരുപൂർണിമ ദിനം ഒരു വൻ വിജയമാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കരയോഗങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടി പ്രവർത്തനത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. രാമമന്ത്രങ്ങളാൽ മുഖരിതമായ കർക്കിടക മാസം, വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായി ആചരിക്കുന്ന ആഷാഢമാസത്തിലെ പൗർണമി ദിനം ഈ പാലക്കാട് താലൂക്കിന് ഈ മുഴുവൻ ഐശ്വര്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിനും ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും നല്ലത് വരട്ടെ എന്ന സനാതന സംസ്കാരത്തിൻ്റെ ആ വാക്കുകളായ ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവ്വചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭക്തകവി പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ഭഗവാൻ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മന്നത്ത് ആചാര്യനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ചട്ടമ്പി സ്വാമികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, വേദവ്യാസ മഹർഷിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ശ്രീ ശങ്കരാചാര്യരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഗുരുപരമ്പരകളുടെ മുന്നിൽ സാഷ്ടാംഗ നമസ്കരിച്ചുകൊണ്ട് പാലക്കാട് താലൂക്ക് യൂണിയൻ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഗുരുപൂർണിമ ദിനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെയും സമുദായാചാര്യൻ്റെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ പുണ്യമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.